എനിക്കൊരു പ്രണയമുണ്ട്. എൻ്റെ നിക്കാഹ് കഴിഞ്ഞു. ഉപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ നിക്കാഹിന് സമ്മതിച്ചത്. എന്നാൽ ആരും അറിയാതെ ഇപ്പോഴും എൻ്റെ പ്രണയം തുടരുന്നു. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹത്തിന് മുന്നിൽ അവരെ ഒഴിവാക്കാനും പറ്റുന്നില്ല. ഞാൻ എന്തു ചെയ്യും? ഇതെന്താന്ന് വിചാരിച്ചാൽ ഒന്നിപ്പോൾ ഈ രക്ഷിതാക്കൾ ഇതൊന്ന് പരിഹരിച്ചിട്ടാണ് ഒരു വിവാഹം നടത്തേണ്ടത്. ഇനി ഇവള് സ്വാഭാവികമായും വിവാഹത്തിന് മുമ്പ് ഒരവിഹിതം നടത്തി എന്നുള്ളത് ഗുരുതരമായ തെറ്റ്. അതെ. എന്നാൽ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു അവിഹിതത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നേരത്തേതിൻ്റെ എത്രയോ ഇരട്ടി ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് ഇതിലിനി ഒരു ഡിസ്കഷനില്ല. ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, തൗബ ചെയ്യുക, മടങ്ങുക എന്നുള്ളത് തന്നെയാണ് പരിഹാരമുള്ളൂ. പിന്നെ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ശീലമാകുന്ന എല്ലാ തെറ്റിൽ നിന്നും നമ്മൾ തിരിച്ചു പോരണമെങ്കിൽ തെറ്റിലേക്ക് എത്തുന്ന അത്ര എളുപ്പമല്ല തിരിച്ചു പോരാൻ. അതിനൊരു റിസ്ക് ഉണ്ട്. അതെ. ഒരു മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അയാൾ നല്ല ബുദ്ധിമുട്ടി തന്നെയാണ് നിർത്താൻ കഴിയുള്ളൂ. ഏത് ശീലങ്ങളും. എന്തിനേറെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് അത് നിയന്ത്രിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ പോലും അയാൾ എത്ര റിസ്ക് എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈംഗികപരമായിട്ടുള്ള സെക്സ് പരമായിട്ടുള്ള ഇത്തരം അവിഹിത ബന്ധങ്ങളൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നമ്മളൊരു തീരുമാനമെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്ത്രീ ഇതേപോലെ മെസ്സേജ് അയച്ചു. ഞാനൊരു ഭർത്തൃമതിയാണ്, എനിക്കൊരു പുരുഷനുമായി ഇതേപോലെ കണക്ഷൻ ഉണ്ട്, അയാൾക്കൊരു മെസ്സേജെങ്കിലും ഒരു ദിവസം അയച്ചില്ലെങ്കിൽ എനിക്കൊരു ഉറക്കം വരില്ല, എനിക്കിത് നിർത്താൻ വളരെ ആഗ്രഹമുണ്ട്, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു എന്താ, ഒരു 15 ദിവസം ഞാൻ ചാറ്റ് ചെയ്യുന്നില്ല എന്ന് എന്ത് ചെയ്യണം, അങ്ങോട്ട് തീരുമാനിക്കാം. അങ്ങനെ അത് അത്രയും ദിവസം ഒന്ന് നിർത്തി വെക്കും നിങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ നമസ്കാരങ്ങളിലും കാര്യങ്ങളിലും ഒന്നുകൂടി സൂക്ഷ്മത പാലിച്ച് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളൊക്കെ ഒന്ന് ശരിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നിർവഹിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എനിക്കൊരു അത്ഭുതം തോന്നിയത് എന്താ വെച്ചാൽ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ അഡ്മിനായ കക്ഷി എനിക്ക് എന്ത് ചെയ്തു, മെസ്സേജ് ചെയ്തു. ഇവര് ആ കക്ഷിനെ ബ്ലോക്ക് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു. ബ്ലോക്ക് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നല്ല ചുവന്ന റെഡ് കളറിൽ എന്ത് ചെയ്തു, അത് അയച്ചു. അത് നിർത്തി. അവിടെ വോയിസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, അത് അവസാനിപ്പിച്ചു. എനിക്ക് അതിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആഗ്രഹം ഉണ്ടാവുക, തീരുമാനിക്കുക, അത് വളരെ പ്രധാനമാണ്. ഇനി ഈ സഹോദരിക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇവരിത് തുടർന്നാൽ അതെന്തായാലും പിടിക്കപ്പെടും, ഭർത്താവ് അറിയും, അതോടുകൂടെ എന്താവും, അവർ അപമാനിതയാകും, ഭർത്തൃ കുടുംബത്തിൽ അവർ അപമാനിതയാകും. ധാരാളം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി ഇവളായിട്ട് കണക്ഷനുള്ള കക്ഷി, ആ കക്ഷിക്കും വലിയ ദുരന്തങ്ങൾ വരും. ഒരു പക്ഷേ ഇത്തരം ബന്ധങ്ങൾ അറിയുമ്പോൾ ഈ ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. കാരണം വളരെ വൈകാര്യം, ഒരു ഗീറത്ത് എന്നറിയില്ലേ, ഭയങ്കരമായ ഒരു ആത്മരോഷം ഉണ്ടാവും. നമ്മുടെ വൈഫിനെ ഒരാൾ തൊടുക, നോക്കുക, അല്ലെങ്കിൽ ബന്ധം പുലർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ആത്മരോഷം. പല കൊലപാതകങ്ങളും നടന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഒരു ഭർത്തൃമതിയായ സ്ത്രീക്ക് അവിഹിത ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടുന്നതിന് അപ്പുറത്തേക്കാണ് അതിന്റെ ദുരന്തം. പരലോകത്തെ കാര്യം നമുക്കറിയാലോ. വിവാഹിതനായ ആളുടെ വ്യഭിചാരവും വിവാഹിത അല്ലാത്തവരുടെ വ്യഭിചാരവും ഒരുപോലെ അല്ലല്ലോ. അത് കുറച്ചും കൂടി ഗൗരവമല്ലേ. നാളെ പരലോകത്ത് ശിക്ഷ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞ 3 കാര്യങ്ങളാണ് കൊലപാതകം, ശിർക്ക്, വ്യഭിചാരം. അപ്പം അതുകൊണ്ട് എന്തായിരുന്നാലും ഈ ഒരു സെക്കൻഡ് പോലും വൈകാതെ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെക്കുക, ചാറ്റിങ് നിർത്തുക. അപ്പോൾ ഒരു 15 ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ മനസ്സതിന് സമ്മതിക്കും. പിന്നെ ആ ചാറ്റിങ് ഒരിക്കലും തുടരാതിരിക്കുക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക, നിസ്കാരവും ദിക്റുകളൊക്കെ വർദ്ധിപ്പിച്ച് വരുമ്പോൾ പിശാച് മാറി നിൽക്കും. വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ഇൻഷാ അല്ലാഹ് കഴിയട്ടെ.